ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരിലെ സിപ്പ് ഐസ് പ്രീ ഹോട്ടൽസിന് കീഴിലുള്ള ഹോട്ടൽ മംഗല ടവേഴ്സിലാണ്. ഇതിന്റെ അകത്ത് പലർക്കും അറിയാത്ത ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് കഴിക്കാൻ വന്നതാണ്. പലരും വിചാരിച്ചിരുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള റെസ്റ്റോറന്റ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് കോമൺ പബ്ലിക്കിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഫീസ്റ്റ് കഫേ ആൻഡ് ലോഞ്ച്. ആഹാ, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വൈഡ് സ്പ്രെഡ് ആംബിയൻസ് ആണ്. കണ്ടാൽ ശരിക്കും ഒരു ഫാമിലി ഫൈൻ ഡൈൻ സ്പേസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് നല്ല വെൽ ഡിസൈൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് സ്റ്റൈലിലുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയ്ക്കും വെൽ ഡിസൈൻഡ് ഒരു റെസ്റ്റോറന്റ് ഇതിലുണ്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ കാണുന്നത് ഇതിനുള്ളിലുള്ള ഒരു ക്യൂട്ട് ആൻഡ് കോംഫി പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. ഇത് കൂടാതെ ഇവർക്കൊരു റേസ് പ്ലാറ്റ്ഫോമിൽ ആ നാച്ചുറൽ സൺലൈറ്റ് ഒക്കെ കൊണ്ട് കഴിക്കാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. കിഡ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾസ് ഒക്കെ കോമിക് ക്യാരക്ടേഴ്സിന്റെ കാരിക്കേച്ചേഴ്സ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ ശരിക്കും ഒരു നല്ല അട്രാക്റ്റീവ് ആൻഡ് സ്പേഷ്യസ് ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്പേസ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ മെനു ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് വളരെ സിമ്പിൾ ആൻഡ് എലാബറേറ്റ് മെനു പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് സൂപ്സ് ആൻഡ് സാലഡ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ഓറിയന്റൽ ഐറ്റംസ് ഉണ്ട്, ചോയ്സ് ഓഫ് റൈസ് ഉണ്ട്, ഇന്ത്യൻ ബ്രെഡ്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, അതേപോലെ ബെവറേജസ് ഉണ്ട്. അങ്ങനെ ഒരു എല്ലാ കാറ്റഗറീസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഷെഫ് മിസ്റ്റർ ഭാഷുദേവ് റോയ്. അപ്പൊ ഇദ്ദേഹം കുറച്ച് ഐറ്റംസ് സജസ്റ്റ് ചെയ്തു. അപ്പൊ എന്തായാലും ഞങ്ങൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായി വന്നു തുടങ്ങി. വളരെ ടെംപ്റ്റിംഗ്, കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് രീതിയിലാണ് ഫുഡൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ വായിൽ നിന്നും ശരിക്കും വെള്ളമൂറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഇവരുടെ ബെസ്റ്റ് സെല്ലേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഈ ഒരു കിഡിലൻ സ്റ്റാർട്ടറിൽ നിന്നും തുടങ്ങാം. ഇതാണ് ഇവരുടെ ക്രിസ്പി ക്രഞ്ചി സ്ക്വിഡ്. മീൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീ ഫുഡ് ആണ്. അപ്പൊ ഇതിന് രണ്ടു തരം ടിപ്സ് ആണ്. നമുക്ക് ആദ്യം ഇവരുടെ ചില്ലി സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. വാവ്, എക്സലന്റ് സ്റ്റാർട്ടർ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരിക്കും ക്രിസ്പി ആൻഡ് ക്രഞ്ചി ഐറ്റം ആണ്. ഇനി നമുക്ക് ഇവരുടെ ഷേസ്വാൻ സോസിൽ ഒന്ന് മുക്കി കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ സോസ്. എനിക്കിഷ്ടമായത് ഷേസ്വാൻ സോസ് ആണ്. ശരിക്കും ചില്ലി സോസിനേക്കാളും സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തത് ഇതാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നതാണ് ഇവരുടെ ഈ അട്രാക്റ്റീവ് ഷേക്ക്. അപ്പൊ ഇതാണ് ഇവരുടെ വാനില മിൽക്ക് ഷേക്ക്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ലൊരു സൂത്തിങ് ഫ്ലേവർ ആണ്. വളരെ നന്നായിട്ടുണ്ട്. ഒരു സിമ്പിൾ വാനില ഷേക്ക്, അതും ഈ ഒരു റേറ്റിന്. വാനില ഷേക്ക് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ ചിക്കൻ ദം ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ റൈത്തയും വരുന്നുണ്ട്, ഒരു സാലഡും വരുന്നുണ്ട്. കാണുമ്പോൾ നല്ലൊരു ടെംപ്റ്റിംഗ് ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് നല്ല വലിയ കഷ്ണങ്ങളുണ്ട്. പിന്നെ പൊരിച്ച ഉള്ളി കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നല്ല പോലെ മസാലയുണ്ട്. ശരിക്കും നല്ലൊരു പെർഫെക്റ്റ് ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടും പിന്നെയും നല്ല ക്വാണ്ടിറ്റി ബിരിയാണി ഉണ്ട്. അപ്പൊ നല്ലൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ നമുക്ക് ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവരുടെ ആ മസാലയും അതേപോലെ ഇവരുടെ റൈത്തയും കൂട്ടിയിട്ട്, റൈത്തയുടെയും സാലഡിന്റെയും മുകളിൽ ചാട്ട് മസാല സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലുക്കാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ ഇതിലുള്ളത് നല്ല ഫ്രൈഡ് ചിക്കൻ പീസാണ്. നല്ല മൊരിഞ്ഞ പീസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തായാലും ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു ഡീസന്റ് ബിരിയാണിയാണ്. അതായത് ഫ്രൈഡ് ചിക്കനും മസാലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ ബിരിയാണിയാണ്. ബിരിയാണി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തത് നമുക്ക് ഇവരുടെ ലാച്ച പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 20 രൂപയ്ക്ക് നല്ല അത്യാവശ്യത്തിന് വലിയൊരു പൊറോട്ടയാണ്. അപ്പൊ ഇതിന് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഷെഫ് തന്നെ സജസ്റ്റ് ചെയ്താണ് ഈ കടായി ചിക്കൻ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ലൊരു കളർഫുൾ ആൻഡ് സ്പൈസി ഐറ്റം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പൊറോട്ട ഒന്ന് പിച്ചി ഒരു കഷ്ണം ചിക്കനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ടായിരുന്നു ആ കടായി ചിക്കന്റെ ആ ഒരു പ്രിപ്പറേഷനിൽ നിന്നും. പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഇത് കടായി എന്നൊരു വെസലില് നല്ല കളർഫുൾ വെജിറ്റബിൾസും കുറച്ച് അധികം എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊറോട്ട കൂട്ടി കഴിച്ചു നോക്കാം.
ആഹാ കൊള്ളാം, നല്ലൊരു ടേസ്റ്റി കടായി ചിക്കൻ പ്രിപ്പറേഷൻ ആണ്. ഇവരുടെ ലാച്ച പൊറോട്ട ആയിട്ട് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. ഇനി നമുക്ക് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ മസ്റ്റ് ട്രൈ ഐറ്റം കഴിച്ചു നോക്കാം. ഇതാണ് ഇവരുടെ നോർമൽ വെജിറ്റേറിയൻ താലി. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ അച്ചാർ വരുന്നുണ്ട്, തൈര് വരുന്നുണ്ട്, അവിയൽ വരുന്നുണ്ട്, കൂട്ടുകറി വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, എരിശ്ശേരി വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട്, പച്ചടി വരുന്നുണ്ട്, പായസം വരുന്നുണ്ട്, പിന്നെ ഒരു പപ്പടം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കൂട്ടുകറികളും കറികളൊക്കെ ഓരോന്നായി എടുത്ത് മാറ്റി വെച്ച് ആ വാഴയിലയിൽ ചോറൊക്കെ ഇട്ട് സാമ്പാർ ലേശം ഒഴിച്ച് അതേപോലെ ഇവരുടെ പച്ചടി കുറച്ചെടുത്ത് കൂട്ടുകറിയും എടുത്ത് ആ അവിയലൊക്കെ കുറച്ചെടുത്ത് പിന്നെ സാമ്പാറൊക്കെ നന്നായി കുഴച്ച് പപ്പടം പൊട്ടിച്ച് കുറച്ച് പച്ചടിയും കുറച്ച് കൂട്ടുകറിയും പിന്നെ കുറച്ച് അവിയലും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും നല്ലൊരു ലൈറ്റ് വെയിറ്റ് മീൽസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇവരുടെ രസം ഒന്ന് കുടിച്ചു നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ കിട്ടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സേമിയ പായസമാണ്. അപ്പൊ അതൊന്ന് കുടിച്ചു നോക്കാം. ആഹാ, എന്താ പായസം! കുറെ നാൾക്ക് ശേഷം കുറച്ച് പായസം കിട്ടിയപ്പോ വളരെ ഇഷ്ടമായി. ഇത് കുടിച്ച് മതിയായില്ല. അപ്പൊ തന്നെ ഇവരുടെ പായസം ഓഫ് ദി ഡേ ഓഫർ, ഇവരുടെ ഒരു നല്ല വലിയ ബൗൾ പായസം തന്നെ ഓർഡർ ചെയ്തു. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ആഹാ, എന്തൊരു സുഖം! അതായത് ഒരുപാട് നട്ട്സും കുറച്ച് കിസ്മിസുമായിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് പായസം കിട്ടിയത്. പായസം കുടിച്ചു എന്ന് കരുതിയിട്ട് ഭക്ഷണമൊന്നും തീർന്നിട്ടില്ല. ഇനിയും കുറച്ച് ഐറ്റംസ് വരാനുണ്ട്. അപ്പൊ ഓരോന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് കുറച്ചും കൂടി ഓറിയന്റൽ ഐറ്റംസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു നൂഡിൽസ് ഐറ്റം ഉണ്ട്, പിന്നെ ഗ്രേവി ഐറ്റം ഉണ്ട്, പിന്നെ ലാച്ച പൊറോട്ട പിന്നീടും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവരുടെ ഈ ചിക്കൻ ലോളിപോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 5 പീസസിന് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ചൂയി ലോളിപോപ്പ് ആണ്. അതായത് നല്ല സ്പൈസി ഷേസ്വാൻ സോസിൽ ഡിപ്പ് ചെയ്തെടുത്ത നല്ല കിഡിലൻ ലോളിപോപ്പ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇവരുടെ ഈ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സാധാരണ രീതിയിൽ സ്വീറ്റ് ആൻഡ് ചില്ലി ഫ്ലേവർ ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന് പറ്റിയൊരു കോമ്പിനേഷൻ ആണ് ഈ ലാച്ച പൊറോട്ട. നല്ലൊരു ഗ്ലിസണിങ് സ്റ്റൈൽ കറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ലാച്ച പൊറോട്ട ഈ ചിക്കൻ പീസ് കുറച്ച് ആ ഒരു ചൈനീസ് ഗ്രേവിയും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെരി നൈസ്. ശരിക്കും നല്ലൊരു ടിപ്പിക്കൽ ചൈനീസ് ഗ്രേവി തന്നെയാണ്. കുറച്ച് സ്വീറ്റ് ആൻഡ് സോറാണ്, അധികം സ്പൈസി അല്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഐറ്റംസും എത്തിക്കഴിഞ്ഞു. ഇവരുടെ ഒരു ചപ്പാത്തി പിന്നെ ഇവരുടെ ഒരു കറിയാണ്. ഇനി നമുക്ക് ഇവരുടെ ചിക്കൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നല്ല ടെംപ്റ്റിംഗ് ചൈനീസ് നൂഡിൽസ് പോലെയാണ് ഫീൽ ചെയ്തത്. ആഹാ, ശരിക്കും ഒരു ടിപ്പിക്കൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ നൂഡിൽസ് തന്നെയാണ്. നല്ല റീസണബിൾ റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇവരുടെ ഈ ചപ്പാത്തി എടുത്ത് ഇവരുടെ നല്ല കിഡിലൻ നാടൻ ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും നല്ലൊരു റീസണബിൾ റേറ്റ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനഫ് ചിക്കൻ പീസസ് ഉണ്ട്. 1-2 പേർക്ക് കഴിക്കാനുള്ള ഇനഫ് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ നിന്നും നല്ലൊരു ട്രഡീഷണൽ ചിക്കൻ കറിയുടെ അരോമ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ പീസസും ഇവരുടെ ആ ടെംപ്റ്റിംഗ് ഗ്രേവിയും കൂട്ടി ആ ചപ്പാത്തിയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിഡിലൻ ഫ്ലേവർ ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ മുട്ടക്കറി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം വന്നു കഴിഞ്ഞു. എല്ലാം കഴിച്ചു. വളരെ നല്ല ഫുഡ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഇവരുടെ ഡെസേർട്സ് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഈ 2 ഐറ്റം. അപ്പൊ അതിൽ ആദ്യം തന്നെ വരുന്നത് ഇവരുടെ ഈ ഫ്രൈഡ് ഐസ്ക്രീം ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. ശരിക്കും വാനില കൊണ്ട് നിറച്ച ഒരു ടിപ്പിക്കൽ ഫ്രൈഡ് ഐസ്ക്രീം തന്നെയാണ്. പിന്നെ ആകെ ഒരു വ്യത്യാസം വരുന്നത് നല്ല കളർഫുൾ രീതിയിലുള്ള ഡ്രൈ ഫ്രൂട്ട് കട്ട്സ് വെതറിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ കോൾഡ് കോഫി ഒന്ന് കുടിച്ചു നോക്കാം. ഇത്രയ്ക്കും റീസണബിൾ റേറ്റിൽ ഒരു കോൾഡ് കോഫി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് ട്രൈ ചെയ്യാണ്ട് പോവാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു കോഫി കിക്കാണ് കിട്ടിയത്. ശരിക്കും
കോഫി ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ കോൾഡ് കോഫിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. ഓൾ ടുഗദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നല്ല സർവീസ്, അതേപോലെ ഉള്ള ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. വളരെ റീസണബിൾ റേറ്റ് ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.